السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا ربي هيئ لنا من أمرنا رشدا واجعل معونتك الحسنى لنا مددا حسنى لنا مددا. റഹീമായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അനുഗ്രഹം അല്ലാഹു ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലും അവിടുത്തെ സഹചാരികളിൽ പിൻപറ്റിയ മുഴുവൻ നന്മയുടെ വാഹകരിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അനുഗ്രഹം അല്ലാഹു സദാ വർഷിക്കുമാറാകട്ടെ. അള്ളാഹു തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്ന റഫീഖ് എന്ന സഹോദരൻ സലാം കൊണ്ട് സാന്നിധ്യം അറിയിച്ചു കൊണ്ടിരിക്കുന്നവർ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു ജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി ശിഷ്ടകാല ജീവിതം അള്ളാഹുവിൻ്റെ ത്വാഅത്തിലായി മുത്തുറസൂലിൻ്റെ മുഹബ്ബത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഇവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരൻ ജംഷീർ, അള്ളാഹു അദ്ദേഹത്തെ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെ അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ.
അള്ളാഹു പ്രവാസ ലോകത്തുള്ള പ്രയാസങ്ങളൊക്കെ അള്ളാഹു നീക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു സാമ്പത്തിക ഞെരുക്കങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഖൈറായ ഇണയെ അള്ളാഹു അനുയോജ്യമായ സമയത്ത് നാഥൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഷെരീഫ് എന്ന സഹോദരി നാഥൻ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവസരം നൽകി. അൽഹംദുലില്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ത്വാഅത്തിലായി ജീവിക്കാനൊക്കെ അള്ളാഹു നാം ഇവർക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, സിദ്റത്തുൽ മുൻതഹ എന്ന ഈ പ്രാർത്ഥനാ മജ്ലിസ് കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചത് എങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊക്കെ കഴിഞ്ഞ പല സദസ്സുകളിലും നാം ചർച്ചകൾക്ക് വിധേയമാക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്റെ മനസ്സൊന്ന് നൊന്താൽ ആ പ്രവാചകന്റെ മനസ്സിനൊരൽപ്പം വേദന സംഭവിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹിക്കുമായിരുന്നില്ല. ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സൊന്ന് നൊമ്പരപ്പെടുമ്പോൾ കൂട്ടുകാരനായ ഹബീബായ പ്രവാചകനോടൊപ്പം ചേർന്ന് ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ ഇടപെട്ടിരുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആഗതനാകാറുണ്ടായിരുന്നു. അത്രത്തോളം അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹിച്ചിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പല രീതിയിൽ ഏത് സാഹചര്യങ്ങളിലും അള്ളാഹുവിൻ ആശ്വാസമായി പ്രവാചകനെ ചേർത്ത് നിർത്തിയിരുന്നു. അതുകൊണ്ട് ആ പ്രവാചകനെ ആരാണോ ശകാരിച്ചത്, ഏത് ശത്രുക്കളാണോ പ്രവാചകനെ കുതന്ത്രങ്ങളിലേക്ക് തള്ളിയിടാൻ നോക്കുന്നത്, ആ സമയത്തും അള്ളാഹു അവൻ്റെ സഹായം കൊണ്ട് പ്രവാചകനെ രക്ഷയുടെ കവാടത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ആനയിച്ചു. ശത്രുക്കളുടെ കുതന്ത്രങ്ങളുടെ നടുവിൽ പോലും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷണം നൽകിയെന്നതാണ്. അല്ലാഹു തആല ഷരീഫ് എന്ന സഹോദരി ചൊല്ലി 4000-ഓളം സ്വലാത്തുകൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിലേക്ക് അല്ലാഹു എത്തിക്കുകയും അവർക്ക് ഖൈറായ ഭവനം അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് അല്ലാഹു നൽകി കയറി കിടക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തൻസീൽ എന്ന അനുജൻ അല്ലാഹു അവരുടെ കുടുംബത്തേക്ക് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ നമ്മുടെ മജ്ലിസിന് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചത് പല രീതിയിലാണ്. അതുപോലെയായിരുന്നു ആ പ്രവാചകനെയും തൻ്റെ പ്രിയപ്പെട്ട സഹാബത്തുൽ കിറാമും സ്നേഹിച്ചിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയപ്പെട്ട സഹാബത്തുൽ കിറാം സ്നേഹിച്ചത് അത് യുദ്ധത്തിന്റെ രണാങ്കളത്തിലായാൽ പോലും പ്രവാചകന്റെ ശരീരത്തിലേക്ക് ഒരു പോറൽ പോലും സംഭവിക്കാൻ അവിടുത്തെ കൂട്ടുകാരാകുന്ന സഹാബത്തുൽ കിറാം അനുവദിച്ചിരുന്നില്ല എന്നതാണ് ചരിത്രം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ ഒരു പോറലേൽക്കുന്നത് പോലും സഹിക്കാൻ സഹാബത്തിന് കഴിയില്ലായിരുന്നു. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് അതുകൊണ്ട് അവരൊക്കെ ദീനിന് വേണ്ടിയിട്ട് ഈ ശരീരത്തിന് കൊടുത്തവരാണ്, ദീനിന് വേണ്ടിയിട്ട് അവർ സമ്പത്ത് കൊടുത്തവരാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും ആയുസ് നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും ആയുസ് നൽകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ആയുസിനെ കുറിച്ച് ഇതേവരെ ചിന്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും നാൾ ജീവിക്കാൻ അല്ലാഹു ഈ ആയുസിനെ നീട്ടി തരുമ്പോ റബ്ബിന് വേണ്ടി എന്താ ഞാനും നിങ്ങളും ഇതേവരെ കൊടുത്തിട്ടുള്ളത്? അല്ലാഹു ചോദിക്കുകയാണ്, റബ്ബ് ചോദിക്കുകയാണ്, ആരാണോ എനിക്ക് നിങ്ങൾക്കും ജീവിതം നൽകിയത്, എനിക്കും നിങ്ങൾക്കും ഇത്രയും വലിയ സുഖാഡംബരങ്ങൾ നൽകിയ അല്ലാഹ്, ആ
അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, ഖുർആനാണ്, ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. ഖുർആൻ അല്ലാഹു ചോദിക്കുക, ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും. അല്ലാഹു സത്യവിശ്വാസികളിൽ നിന്ന് അല്ലാഹു വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. എന്താണ്? അൻഫുസഹും, നമ്മുടെ ശരീരത്തിന് അല്ലാഹു ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഈ ശരീരത്തിന് കൊടുക്കാൻ കഴിയുമോ? തീർന്നില്ല, രണ്ടാമതോ അൻഫുസഹും വ അംവാലഹും. അല്ലാഹു നൽകിയ സമ്പത്ത് അല്ലാഹുക്ക് തന്നെ കൊടുക്കണം. അല്ലാഹു നൽകിയ ഈ ശരീരം, അല്ലാഹു നൽകിയ ആരോഗ്യം അല്ലാഹുവിന് കൊടുക്കണം. അല്ലാഹു നൽകിയ സമ്പത്തും അല്ലാഹുവിന് തന്നെ കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനാണ് ചോദിക്കുന്നത്, ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. രണ്ട് കാര്യം അല്ലാഹു ചോദിക്കുകയാണ്. അത് എന്നോട് ചോദിക്കുന്നു, നിങ്ങളോട് ചോദിക്കുന്നു, ലോകത്തുള്ള വിശ്വാസികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. എന്താണത്? ഇന്നല്ലാഹ ഇശ്തറാ, മുഅ്മിനീങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്ക് വാങ്ങിയിരിക്കുകയാണ്. അൻഫുസഹും, ഒന്നാമത് എന്താണ്? അൻഫുസഹും ശരീരം. രണ്ട് അൻഫുസഹും വ അംവാലഹും, നമ്മുടെ സമ്പത്തും റബ്ബിന് വേണ്ടി കൊടുക്കണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. സരീന അൻസാരി എന്ന അള്ളാഹു താല സ്വീകരിക്കട്ടെ. ചൊല്ലിയ ദിക്റുകൾ സ്വലാത്തുകളൊക്കെ അള്ളാഹു ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു 1000-ഓളം വരുന്ന ദിക്റുകളും 100-ഓളം സ്വലാത്തുകളും നാഥൻ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു കബൂലാക്കട്ടെ. ഇൻഷാല്ലാഹ് അവസാന ദുആ ചെയ്യാം. ഷാഹുൽ ഹമീദ് എന്ന പിതാവ് 10,000-കണക്കിന് സ്വലാത്തുകൾ ദിക്റുകളൊക്കെ ചൊല്ലിയിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു ശരീരത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നീക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാവിധ ബുദ്ധിമുട്ടുകളും അള്ളാഹു ആ സ്വലാത്തിൻ്റെ ദിക്റിലേക്ക് പോരിച്ചുകൊണ്ട് അള്ളാഹു മാറ്റിക്കൊടുത്ത് മനസ്സിനും ജീവിതത്തിലൊക്കെ അള്ളാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി കൊടുക്കാൻ കഴിയും. കൊടുത്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നത് കേൾക്കുക, ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. അല്ലാഹു ചോദിക്കുകയാണ്, എടാ മനുഷ്യ, എടാ മുഅ്മിനീങ്ങളെ, 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 എനിക്ക് നിങ്ങൾ അൻഫുസഹും, നിങ്ങളുടെ ശരീരം എൻ്റെ ജീവിതത്തിൽ നിങ്ങൾ ചെലവഴിക്കണം. എൻ്റെ ദീനിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ശരീരത്തിന് കൊടുക്കാൻ കഴിയണം. നിങ്ങളുടെ സമ്പത്തും അല്ലാഹുവിന് വേണ്ടി കൊടുക്കാൻ കഴിയണം. നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ ശരീരവും ദീനിന് വേണ്ടി, എനിക്ക് വേണ്ടി നിങ്ങൾ മാറ്റിവെച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല പകരം നൽകുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹു തന്നെ പറയുകയാണ്, ബിഅന്ന ലഹുമുൽ ജന്ന. സ്വർഗമാണ്, സ്വർഗമാണ്. ആരും ഇതേവരെ ഒരു കണ്ണുകളും ഇതേവരെ കണ്ടിട്ടില്ലാത്ത, ഒരു കാതും ഇതേവരെ കേട്ടിട്ടില്ലാത്ത, ഒരു ചുണ്ടുകളും ഇതേവരെ, ഒരു നാവും ഇതേവരെ പറഞ്ഞു തീർത്തിട്ടില്ലാത്ത അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കപ്പെട്ട സ്വർഗത്തിലേക്കുള്ള അവസരം അള്ളാഹു ഒരുക്കി തരുമെന്ന് വിശുദ്ധ ഖുർആൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഒന്നെന്താ കൊടുക്കണം? അള്ളാഹു പറയുന്നു അൻഫുസഹും, നിന്റെ ശരീരം. രണ്ട് അംവാലഹും, നിന്റെ സമ്പത്ത്. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ അള്ളാഹുവിന് വേണ്ടി കൊടുത്തു ചിന്തിച്ചു നോക്കണം. അള്ളാഹു ഇത്ര അനുഗ്രഹങ്ങൾ നൽകിയിട്ട് എന്തൊക്കെ റബ്ബിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളും കൊടുത്തു. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ആമീൻ പറ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഉമ്മു ലജ്ന എന്നത് ഒരു നമ്മുടെ മജ്ലിസിലേക്ക് ആദ്യമായി കടന്നു വരുന്ന സഹോദരിയാണെന്ന് വിശ്വസിക്കുകയാണ്. അല്ലാഹു തആല ഖബൂലാക്കി അനുഗ്രഹിക്കട്ടെ. സഹോദരിമാരുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ചേരാൻ താല്പര്യമുള്ളവർ ഇൻഷാല്ലാഹ് എൻ്റെ അഡ്മിൻ പാനലുകളുമായി ബന്ധപ്പെടുക. ആ നമ്പറിൽ മെസ്സേജ് അയക്കുക. അത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ആഡ് ചെയ്യും. അള്ളാഹു നമ്മുടെ സദസ്സ്, നമ്മുടെ ഗ്രൂപ്പിലുള്ള മുഴുവൻ സഹോദരിമാരെയും അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് അള്ളാഹു ചോദിക്കുന്ന രണ്ട് കാര്യങ്ങൾ എനിക്ക് നൽകിയാൽ തിരിച്ച് നിനക്ക് ഞാൻ സ്വർഗം തരാമെന്ന് വിശുദ്ധ ഖുർആൻ. അങ്ങനെ ഖുർആനിനെ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് ചേർത്ത് വെക്കുക. ഈ ഒരു ആയത്തിനെ, അള്ളാഹുവിന് വേണ്ടി ഇത്രയും നാൾ ജീവിച്ചിട്ട് ഞാൻ നിങ്ങൾ എന്ത് കൊടുത്തു?
അള്ളാഹുവിന് വേണ്ടി ജീവിച്ചവരാണ് അള്ളാഹുവിന്റെ പ്രവാചകനും പ്രിയപ്പെട്ട സഹാബത്തുൽ കിറാം. എത്രത്തോളം എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ജീവൻ പോലും കൊടുത്തവരായിരുന്നു സഹാബത്തുൽ കിറാം. അറിയുമോ പ്രിയപ്പെട്ട ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു? ആരാണ് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു എന്നറിയുമോ സഹോദരങ്ങളെ? എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങള്, യുവാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു, പ്രിയപ്പെട്ട ജംഷീർ എന്ന എന്റെ പ്രിയപ്പെട്ട ആത്മമിത്രങ്ങളടക്കം എന്റെ പ്രിയപ്പെട്ട സൗഹൃദങ്ങൾ യുവാക്കളുണ്ട്, പലരും എന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾക്കറിയുമോ, നിങ്ങളെപ്പോലൊരു യുവാവായിരുന്നു ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു. ആരാണ് ഹുബൈബ് എന്നറിയുമോ? ഇസ്ലാമിന്റെ തീരങ്ങളിലേക്ക് കടന്നു വന്ന് മുസ്ലിമായി ജീവിക്കാൻ ആഗ്രഹിച്ചോ അള്ളാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്ന മഹാനായ മനുഷ്യനാണ് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു. ആ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിലേക്ക് വന്നപ്പോ അത് ശത്രുക്കൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ശത്രുക്കൾക്ക് വല്ലാത്ത ദേഷ്യം അധികരിച്ചു. അവസാന ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ ചതിക്കുകയാണ്. ചതിയിൽപ്പെടുത്തിയിട്ട് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊല്ലാൻ ശത്രുക്കൾ പ്ലാൻ ചെയ്യുകയാണ്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന് വേണ്ടി കഴുകുമരം ശത്രുക്കൾ തയ്യാറാക്കുകയാണ്. ആ സമയത്താണ് ശത്രുക്കളുടേതായ മുമ്പിലേക്ക് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊണ്ടുവരപ്പെടുകയാ. ആ സമയത്ത് ചോദിക്കുന്നു, ഹുബൈബേ നിനക്ക് ഇസ്ലാമിൽ നിന്ന് മാറാൻ കഴിയുമോ ഹുബൈബേ? ശത്രുക്കളുടെ മുഖത്ത് നോക്കിയിട്ട് ഇല്ലടാ എന്ന് ആദർശത്തോടുകൂടി ആമാശയത്തിന് ആദർശത്തിന്റെ മുമ്പിൽ പണയം വെക്കാത്ത ആദർശത്തെ ഉയർത്തി കാണിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മുദ്രാവാക്യ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആരുടെ മുമ്പിലും ഞാൻ എൻ്റെ ആദർശത്തെ പണയം വെക്കില്ലടാ എന്ന് ശത്രുക്കളുടെ മുഖത്ത് നോക്കിയിട്ട് മരിക്കാൻ പോകുന്ന സമയത്ത് പോലും പറഞ്ഞവനാണ് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു. ആ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന് വേണ്ടി കഴുകുമരം മുമ്പിൽ കിടന്നാടുകയാണ്. അടുത്ത സെക്കൻഡിൽ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു മരിക്കുമെന്ന് ഹുബൈബിന് തന്നെ അറിയാം. ആ സമയത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ഉച്ചരിക്കുക, മനസ്സ് കാണിച്ച ശത്രുക്കളുടെ മുമ്പിൽ ധൈര്യത്തോടുകൂടി എഴുന്നേറ്റ് നിൽക്കാനുള്ള മനസ്സ് കാണിച്ച മനുഷ്യനാണ് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു. ഇസ്ലാമിൽ നിന്ന് മാറുമോ ഹുബൈബേ? ഇല്ലടാ എന്ന് ശത്രുക്കളോട് പറയുകയാണ്. അവസാനം പറയുകയാണ്, ഹുബൈബേ നിനക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒരു അവസരം കൂടി തരാം ഹുബൈബേ. എന്താണ് അവസരമെന്നറിയുമോ? നീ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീ നിന്റെ പ്രവാചകനാണെന്ന് നീ വാദിക്കുന്ന, നീ ഇസ്ലാമിലേക്ക് കടന്നു ചെന്നത് ഏതൊരു പ്രവാചകനിലൂടെയാണോ നീ വിശ്വസിക്കുന്നത് ഹുബൈബേ, ആ പ്രവാചകനെ നീ ഒന്ന് പുറങ്കാല് കൊണ്ട് വലിച്ചെറിയണം. ആ പ്രവാചകനെ നീ ഒന്ന് വലിച്ചെറിയണം. ആ പ്രവാചകനെ നിന്റെ നാവ് കൊണ്ടൊന്ന് കുറ്റപ്പെടുത്തണം. ആ പ്രവാചകനെതിരെ നീ ഒരു വാക്കെങ്കിലും പറയണം ഹുബൈബേ. ആ സമയത്ത് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് എന്തെന്നറിയുമോ? ഇല്ലടാ, ശത്രുക്കളുടെ മുഖത്ത് നോക്കി പറയുകയാണ്, എന്റെ പ്രവാചകന്റെ കാലിൽ ഒരു മുള്ളു തറയ്ക്കുന്നത് പോലും എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എന്നിട്ടാണോ എന്റെ പ്രവാചകനെ ഞാൻ ചീത്ത വിളിക്കുന്നത്? എന്നിട്ടാണോ എന്റെ പ്രവാചകനെതിരെ ഒരു വാക്ക് ഞാൻ പ്രയോഗിക്കുന്നത്? ഇല്ലടാ എന്ന് ആദർശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മുദ്രാവാക്യ ശത്രുക്കളുടെ മുമ്പിലേക്ക് ഉയർത്തി കാണിച്ചപ്പോ ആ സമയത്താണ് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെതായ ഈ ഒരു ആദർശം ശത്രുക്കൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അവർ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ കഴുകുമരത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒരു വരൻ വധുവിന്റെ കഴുത്തിലേക്ക് മാല ചാർത്തുന്നത് പോലെ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കഴുത്തിലേക്ക് കഴുകുമരത്തിൻ്റെതായ കയറുതാ ചാർത്തുകയാണ്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു മരണത്തിലേക്ക് പോവുകയാ. ആ സമയത്തും ഇസ്ലാമിനെ ഒരുത്തന്റെ മുമ്പിലും അടിയറവ് പറഞ്ഞില്ല. ഒരുത്തന്റെ മുമ്പിലും ഇസ്ലാമിനെ താഴ്ത്തി കാണിച്ചില്ല ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു. ആ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ആണ് ഇത്രയും ചരിത്രത്തിൽ ഇടം പിടിച്ച ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു. ആ ശരീരത്തെ കൊടുത്തത് അല്ലാഹുവിന് വേണ്ടിയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനെ സ്നേഹിച്ചതിന്റെ പേരിലാണ്, ഇസ്ലാമിലേക്ക് വന്നതിന്റെ പേരിലാണ് യുവാവായ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ കഴുകുമരത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടത്, ശത്രുക്കൾ കഴുകുമരത്തിലേക്ക് കൊണ്ടിട്ടത്. അതുകൊണ്ട് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു അവസാന ഹുബൈബിനോട് ചോദിക്കുന്നു, ഹുബൈബേ നിനക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ഉണ്ട്, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കാനുള്ള അനുമതി കൊടുത്തോ? ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു നിസ്കാരത്തിലേക്ക് കടക്കുകയാണ്. 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടിയിട്ട് റബ്ബിന്റെ മുമ്പിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് അല്ലാഹുവേ ഹുബൈബിന് നിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല അല്ലാഹ്, നിസ്കാരം എങ്ങാനും അധികരിച്ചു പോയാൽ ശത്രുക്കൾ ഹുബൈബ് ഭയപ്പെട്ടുകൊണ്ട് നിസ്കാരം അധികരിപ്പിക്കുന്ന
എന്നൊന്ന് പറയുമല്ലാ. അതുകൊണ്ട് എനിക്ക് ഈ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ഞാൻ കഴുകുമരത്തിലേക്ക് പോവുകയാണല്ലാ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു, ആ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു കഴുകുമരത്തിലേക്ക് പോയി കിടന്നതാ മരണത്തിനെ സ്വീകരിക്കുമ്പോ ആ സമയത്ത് പിടയുകയാണ്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിലേക്ക് ശത്രുക്കൾ കുന്തം കൊണ്ട് കുത്തിയിട്ട് പച്ച ശരീരത്തിൽ നിന്ന് മാംസം എടുക്കുകയാ. പിടയുകയാണ്, വേദനിക്കുകയാണ്, വല്ലാതെ പ്രയാസപ്പെടുകയാണ് ഹുബൈബ്. ആ സമയത്ത് ആകാശ ലോകത്ത് നിന്ന് വരികയാണ് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അസ്റായീൽ വരികയാണ്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാണ്, സന്തോഷിച്ചു കൊള്ളുക, സന്തോഷിച്ചു കൊള്ളുക, കരയണ്ട ഹുബൈബേ, പതറല്ല ഹുബൈബേ, തളരല്ല ഹുബൈബേ. ഇസ്ലാമിന് വേണ്ടി, മുത്ത് റസൂലിന് വേണ്ടിയിട്ടാണ് നിന്റെ ജീവൻ നീ തകർത്തെറിഞ്ഞത്, നിന്റെ ജീവിതം നീ കൊടുത്തത്. അതുകൊണ്ട് നഷ്ടമില്ല ഹുബൈബേ, നഷ്ടമില്ല എന്ന് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം സ്വാഗതം ഓതുകയാ. അബ്ശിറൂ ബിൽ ജന്ന, സ്വർഗ്ഗ കവാടങ്ങൾ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന് വേണ്ടി തുറക്കപ്പെടുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ഇത്രയും വലിയ വേദനകൾ സഹിച്ചത് എന്തിനു വേണ്ടിയിട്ടാ? ആ ശരീരം അല്ലാഹുവിന് വേണ്ടി കൊടുത്തതാ. ആ ശരീരം റബ്ബിന് വേണ്ടി മാറ്റിവെച്ചതാണ്. ആ ശരീരം മുഴുവനും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്തത് കൊണ്ടാ കഴുകുമരത്തിൽ കിടന്ന് തൂങ്ങിയാടേണ്ടുന്നൊരവസ്ഥ വന്നത്. എന്തുകൊണ്ടാണ് ഹുബൈബ് അത് സ്വീകരിക്കാനുള്ള കാരണം? അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, 2 കാര്യങ്ങൾ, നിങ്ങളുടെ ശരീരവും സമ്പത്തും എനിക്ക് വേണ്ടി തന്നാൽ സ്വർഗം പകരം തരാം. ആ സ്വർഗമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു മരിച്ചാലും പ്രശ്നമില്ല, അള്ളാഹിന്റെ സ്വർഗം മതി, അള്ളാഹിന്റെ ദീനിന് വേണ്ടി ശരീരം കൊടുത്തു. അതുകൊണ്ട് അള്ളാഹു ചോദിക്കുന്നത്, 2 കാര്യങ്ങൾ എനിക്ക് വേണ്ടി തരൂ. അംഫുസഹും, 1 ശരീരവും, 2 അംവാലഹും. ഇതൊക്കെ ദീനിന് വേണ്ടി ചെലവഴിച്ചാൽ അള്ളാഹു സ്വർഗം തരുമെന്ന് വിശുദ്ധ ഖുർആൻ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു തആല കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾ അള്ളാഹു തആല സ്വീകരിക്കട്ടെ. സുഹറ സലാം, നാഥൻ കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. അള്ളാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ്, മലപ്പുറത്തു നിന്ന് മുജീബ് റഹ്മാൻ, അദ്ദേഹത്തെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ബറക്കത്ത്, ജീവിച്ചിരിക്കുന്ന ഉമ്മയ്ക്ക് ദീർഘായുസ്സും, സഹോദരങ്ങൾക്കൊക്കെ അള്ളാഹു ബറക്കത്ത് ചൊരിയട്ടെ. മരണപ്പെട്ട പിതാവിന് അള്ളാഹു സ്വർഗം നസീബാക്കട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. പുതിയതായിട്ട് കടന്നു വന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് പോകാം. കുറേ നാളുകൾക്ക് ശേഷം വീണ്ടുമുള്ള ഒരാഴ്ചയുടെ വ്യത്യാസം, അതിന് ശേഷമുള്ള ഒരു തുടങ്ങുന്ന മജ്ലിസാണ്. ഞാൻ നാട്ടിലേക്ക് പോയിട്ട് വന്നത് ഇന്ന് രാവിലെയാണ് എത്തിയത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിലും യാത്രകളിൽ, ജീവിതമാർഗങ്ങളിൽ നമ്മെ സഹായിച്ചവർ, സ്നേഹിച്ചവർ എല്ലാവർക്കും അല്ലാഹു ദീർഘായുസ്, ആഫിയത്ത്, ആരോഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് ദുആയിലേക്ക് കടക്കാം. അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരുപാട് ആളുകൾ ദിക്റുകൾ ചൊല്ലിയിട്ടുണ്ട്. അല്ലാഹു സലീന എന്ന മാതാവ്, സലീന അൻസാരി എന്ന മാതാവ് ചൊല്ലിയ 1000-ഓളം വരുന്ന ദിക്റുകൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. 300 സ്വലാത്തുകൾ അല്ലാഹു ഹബീബായ മുത്തിന്റെ റൗദയിലേക്ക് അല്ലാഹു എത്തിക്കുമാറാകട്ടെ. 300-ഓളം സൂറത്തുൽ ഫാത്തിഹ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഖുർആനിന്റെ ആയാത്തുകൾക്ക് പകരം അല്ലാഹു തആല മനസ്സിലുള്ള മുഴുവൻ ഹലാലായ ഉദ്ദേശ ലക്ഷ്യങ്ങളും അല്ലാഹു സ്വീകരിക്കട്ടെ. മരണപ്പെട്ടു പോയവർക്കും അതിന്റെ പ്രതിഫലം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ ഇഖ്ലാസ് 200-ഓളം ചൊല്ലിയിട്ടുണ്ട്. അല്ലാഹു സ്വീകരിക്കട്ടെ. 300-ഓളം സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം അല്ലാഹു നീ സ്വീകരിക്കണേ തമ്പുരാനെ. ലാ ഹൗല 100 ഒരു യാസീനും ഓതിയിട്ടുണ്ട്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹു ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ ആ ഓതിയതിന്റെ ബറക്കത്ത് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്കും അല്ലാഹു അതിന്റെ പ്രതിഫലം അല്ലാഹു എത്തിച്ചു കൊടുത്ത് സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ആമീൻ പറ. അല്ലാഹു സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഷാഹുൽ അമീദ് എന്ന പിതാവ് 10,000-ൽ പരം അതിലധികം ദിക്റുകൾ ഒക്കെ ചൊല്ലിയിട്ടുണ്ടെന്നാണ് അറിയിച്ചത്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു ഹബീബായ മുത്തിന്റെ റൗദയിലേക്ക് അതിന്റെ മിസ്ല സവാബ് അല്ലാഹു എത്തിക്കട്ടെ. അല്ലാഹു ആഗ്രഹങ്ങൾ എന്തൊക്കെ നിയത്തുകളാണോ അല്ലാഹു പരിപൂർണമായി അല്ലാഹു എല്ലാം കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
سلام قولا من رب رحيم 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 بسم الله الرحمن الرحيم لا حول ولا قوة إلا بالله العلي العظيم 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 أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ آمين الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد الله يرحم الرحيم നാദാ കരുണയുള്ള റബ്ബേ കൃപയുള്ള അല്ലാഹ് സാധുക്കളാണ് റബ്ബേ ജീവിതത്തിലെ പാവങ്ങൾ കൊണ്ട് അധികരിച്ചു പോയ പാപികളാണ് അല്ലാഹ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ചെറുതും വലുതുമായ മുഴുവൻ പാപങ്ങളും നീ പൊറുക്കണേ അല്ലാഹ് മുഴുവൻ പാപങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ് സംരക്ഷിക്കണേ തമ്പുരാനെ പടച്ചവനെ ജീവിതത്തിൽ ചെയ്ത മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെട്ട നിലയിൽ ഞങ്ങളെ റൂഹെടുക്കപ്പെടണേ അല്ലാഹ് പാപങ്ങൾ പൊറുക്കാത്ത അവസ്ഥയിൽ ദുനിയാവിൽ നിന്ന് വിട പറയുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് ആർക്കും വരുത്തല്ലേ അല്ലാഹ് മരിക്കുന്ന സമയത്ത് റബ്ബേ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെട്ട് സ്വർഗം കൺമുമ്പിൽ കണ്ട് പുഞ്ചിരിച്ച് ഒതുവോടെ മരിക്കാൻ പടച്ചവനെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾക്ക് സഹോദരിമാർക്ക് ഞങ്ങൾക്കെല്ലാം നീ തൗഫീഖ് നൽകണേ അല്ലാഹ് പടച്ചവനെ ജീവിതം എങ്ങനെയൊക്കെ ആയി ജീവിതത്തിൻ്റെ നാൾ വഴികളിലൂടെ എന്തൊക്കെയോ പ്രയാസങ്ങൾ എങ്ങനെയൊക്കെ ജീവിതം മുന്നോട്ട് പോയാലും മരിക്കുമ്പോൾ സന്തോഷത്തോടെ മരിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ് തൗഫീഖ് നൽകണേ തമ്പുരാനെ പടച്ചവനെ ഷാഹുലമീദ് എന്ന പിതാവ് ചൊല്ലി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ദിക്റുകളുണ്ട് സ്വലാത്തുകളുണ്ട് കബൂലാക്കണേ തമ്പുരാനെ പടച്ചവനെ സ്വീകരിക്കണേ അല്ലാഹ് പടച്ചവനെ ഇമാം ഷാ എന്നൊരു സഹോദരൻ റബ്ബേ ഹോസ്പിറ്റലിലാണ് റബ്ബേ വിദേശ രാജ്യത്തുള്ള സഹോദരന് വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ പടച്ചവനെ ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ് ആഫിയത്ത് കൊടുക്ക റബ്ബേ ശരീരത്ത് ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള എല്ലാ അസുഖങ്ങളിൽ നിന്നും നീ സംരക്ഷണം നൽകണേ അല്ലാഹ് പ്രയാസങ്ങൾ ദൂരീകരിക്കണേ അല്ലാഹ് ദുഃഖങ്ങൾ മാറ്റണേ റബ്ബേ ആശ്വാസം നൽകണേ റബ്ബേ അദ്ദേഹത്തിൻ്റെ രോഗത്തിന് നീ ശമനം നൽക റബ്ബേ അതിന് സ്വലാത്തുകൾ ദിക്റുകൾ ഒരു സബബാക്കി ഒരു കാരണമാക്കി നീ അനുഗ്രഹിക്കണേ അല്ലാഹ് പടച്ചവനെ പടച്ച തമ്പുരാനെ അല്ലാഹുവേ അദ്ദേഹത്തിന് ആഫിയത്ത് കിട്ടി ആരോഗ്യം കിട്ടി അല്ലാഹുവേ ദീർഘായുസ് കിട്ടുന്ന ഒരു സന്തോഷത്തിൻ്റെ വാർത്ത നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ് പടച്ചവനെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പലരും പല ദിക്റുകൾ ചൊല്ലിയവരാണ് സലീന അൻസാരി എന്ന മാതാവ് റബ്ബെ ചൊല്ലി തീർത്ത ആയിരക്കണക്കിന് ദിക്റുകൾ സ്വലാത്തുകൾ തസ്ബീഹ് തഹ്ലീലുകൾ ഖുർആനിൻ്റെ ആയാത്തുകളെല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ് ഒന്നും നീ പാഴാക്കല്ല റബ്ബേ നീ പാഴാക്കല്ലേ തമ്പുരാനെ നീ പാഴാക്കല്ലേ അല്ലാഹ് പടച്ചവനെ നീ പാഴാക്കല്ലേ അല്ലാഹ് പടച്ചവനെ നീ പാഴാക്കല്ലേ തമ്പുരാനെ അല്ലാഹുവേ പടച്ചവനെ ആരെല്ലാം എന്തൊക്കെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തു പടച്ചവനെ എല്ലാരെയും നീ സ്വീകരിക്കണേ അല്ലാഹ് പടച്ചവനെ ഷരീഫ എന്ന സഹോദരി ചൊല്ലി തീർത്ത സ്വലാത്തുകളൊക്കെ നീ കബൂലാക്കണേ തമ്പുരാനെ ഒന്നും നീ പാഴാക്കല്ലേ അല്ലാഹ് ഒന്നും നീ പാഴാക്കല്ലേ തമ്പുരാനെ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാഹ് സ്വീകരിക്കണേ തമ്പുരാനെ നീ കബൂലാക്കണേ അല്ലാഹ് ഇത്
കണ്ടുകൊണ്ടിരിക്കുന്ന പലരും പല ആവശ്യങ്ങളുമായി ദുആ വസിയത്ത് ചെയ്യുന്നവരാണ്. രോഗികളുണ്ട് റബ്ബേ. അല്ലാഹുവേ പടച്ചവനെ രോഗങ്ങൾക്ക് നീ ശമനം കൊടുക്കണേ അല്ലാ. പടച്ചവനെ അല്ലാഹുവേ സലീൻ അൻസാരി എന്ന ആ മാതാവ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്ന അടച്ചവനെ ആ സഹോദരന് നീ ക്യാൻസറിൽ നിന്ന് മോചനം നൽകണേ അല്ലാ. പടച്ചവനെ പടച്ച തമ്പുരാനെ അല്ലാഹുവേ അവരുടെ ശരീരം ക്യാൻസർ സംബന്ധമായ വല്ലാത്ത ബുദ്ധിമുട്ടിൽ അല്ലാഹുവേ ഹോസ്പിറ്റലുകൾ കയറി ഇറങ്ങുന്നൊരവസ്ഥയാണല്ലാ. പടച്ചവനെ ആശ്വാസം കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ശരീരത്തിന് നീ ആഫിയത്ത് നിലനിർത്തണേ അല്ലാ. പടച്ചവനെ ആരോഗ്യം കൊടുക്ക് റബ്ബേ. ആഫിയത്തോടെ ആരോഗ്യത്തോടുകൂടി വീട്ടിലേക്ക് മടങ്ങി വരാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. അതിന് സലീന എന്ന മാതാവ് ചൊല്ലിത്തീർത്ത ദിക്റുകൾ, സ്വലാത്തുകൾ, തസ്ബീഹ്, തഹ്ലീലുകൾ, ഖുർആനുകൾ, സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ്, യാസീൻ എല്ലാം ഒരു സബബാക്കി നീ അല്ലാഹുവേ ശരീരത്തിന് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ആരോഗ്യം കൊടുക്കണേ തമ്പുരാനെ. നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. പടച്ചവനെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ മുഴുവനും സ്വീകരിക്കണേ അല്ലാ. സലീൻ അൻസാരി എന്ന മാതാവിൻ്റെ ഭർത്താവിന് ദീർഘായുസ് കൊടുക്ക് റബ്ബേ. ജോലിയിൽ ബറക്കത്ത് കൊടുക്കല്ലാ. അസുഖങ്ങൾ ശരീരങ്ങളുടെ എല്ലാ അവയവങ്ങളിൽ നിന്നും പടച്ചവനെ ശരീരത്തിൻ്റെ മുഴുവൻ അവയവങ്ങളും അല്ലാഹുവേ ഒരു അസുഖത്തിലും പെടുത്തല്ലേ അല്ലാ. ഒരവയവം പോലും ഒരു ചെറിയ അസുഖങ്ങളിൽ പെട്ട് പ്രയാസപ്പെടുന്ന അവസ്ഥ നീ വരുത്തല്ലേ അല്ലാ. പടച്ചവനെ കുടുംബത്തിൽ ഐശ്വര്യം നൽകി റബ്ബേ. കടങ്ങളിൽ നിന്ന് കരകയറ്റണേ തമ്പുരാനെ. പടച്ചവനെ കണ്ടുകൊണ്ടിരിക്കുന്ന തൻസിലിൻ്റെ കുടുംബം സിദ്ദീഖ് എന്ന സഹോദരൻ അല്ലാഹുവേ അവരുടെ ഭാര്യ പടച്ചവനെ മാതാവ് അല്ലാഹു മക്കളെല്ലാരെയും നീ കബൂലാക്കണേ തമ്പുരാനെ. നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. പടച്ചവനെ നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ സുലൈഖ എന്ന സഹോദരിയെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ഐശ്വര്യം പ്രദാനം ചെയ്യണേ അല്ലാ. ജീവിതത്തിൽ സമാധാനം നിറയ്ക്കണേ അല്ലാ. സാമ്പത്തികമായ വഴികളിലെല്ലാം ഖൈറിൻ്റെ വഴികൾ തുറന്നു കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. അവരുടെ കുടുംബങ്ങളിൽ നിന്ന് ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. റഫീഖ് എന്ന സഹോദരൻ ജീവിതത്തിൽ ഖൈർ കൊടുക്ക് റബ്ബേ. ആഫിയത്ത് കൊടുക്കണേ അല്ലാ. അവരുടെ മക്കളെയും അല്ലാഹുവേ കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളെയും നീ സ്വീകരിക്കണേ റബ്ബേ. ആ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. പടച്ചവനെ ശരീഫ് എന്ന സഹോദരി റബ്ബേ അവരുടെ മനസ്സിൽ എന്തൊക്കെ നിയത്തുകൾ വെച്ചിട്ടാണോ ഒരുമിച്ച് കൂടുന്നത് നീ സ്വീകരിക്ക റബ്ബേ. അവരുടെ മനസ്സിൻ്റെ ഹലാലായ ഉദ്ദേശ ലക്ഷ്യങ്ങളെല്ലാം നീ പരിപൂർണമായി കബൂലാക്കി കൊടുക്കണേ അല്ലാ. പാഴാക്കല്ല റബ്ബേ. പടച്ചവനെ ദിക്റിൻ്റെ സ്വലാത്തിൻ്റെ പോരിശ കൊണ്ട് മുഴുവൻ ആഗ്രഹങ്ങളും സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ ശമീർ എന്ന സഹോദരനെ നീ കബൂലാക്കണേ തമ്പുരാനെ. ആഫിയത്ത് കൊടുക്കല്ലാ. ആരോഗ്യം കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ റബ്ബേ. കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ സ്വർഗം നസീബാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ ഖൈറായ ഭവനം കിട്ടാൻ വേണ്ടി ദുആ കൊണ്ട് വസീയത്ത് ചെയ്യുന്ന സുലൈഖ എന്ന സഹോദരി മരിക്കുന്നതിന് മുമ്പ് അല്ലാഹുവേ ഖൈറായ ഭവനം പടച്ചവനെ കയറിക്കിടക്കാനുള്ള തൗഫീഖ് നീ കൊടുത്തനുഗ്രഹിക്കണേ അല്ലാ. അവിടെ ആഗ്രഹങ്ങൾ പോലെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. നീ കബൂലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ പടച്ച തമ്പുരാനെ ശരീഫ് എന്ന സഹോദരി റബ്ബേ അവരുടെ ഭർത്താവിൻ്റെ ശാരീരികമായിട്ടുള്ള അല്ലാഹുവേ അസ്വസ്ഥതകൾ റബ്ബേ മാറുന്നുണ്ടെന്നാണ് ആ സഹോദരി അറിയിക്കുന്നത് റബ്ബേ. ദുആ സ്വീകരിച്ച് പരിപൂർണമായി നീ ശിഫ കൊടുക്കണേ അല്ലാ. മജ്ലിസിൻ്റെ പോരിശ കൊണ്ട് റബ്ബേ ഇതിൽ ആമീൻ പറയുന്നവരുടെയൊക്കെ പോരിശ കൊണ്ട് ആ സഹോദരിയുടെ ഭർത്താവിന് പൂർണ്ണമായി നീ ശിഫ നൽകണേ തമ്പുരാനെ. ആഫിയത്ത് കൊടുക്ക റബ്ബേ. ദീർഘായുസ് കൊടുക്കണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും മാറ്റി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ സീനത്ത് അലി എന്ന മാതാവിനെ നീ സ്വീകരിക്കണേ അല്ലാ. അടച്ചവനെ അവർക്ക് ദീർഘായുസ് കൊടുക്ക റബ്ബേ. അല്ലാഹുവേ അവരുടെ ഭർത്താവിന് നീ ആഫിയത്ത് കൊടുക്ക റബ്ബേ. ശരീരത്തിൽ നീ ആഫിയത്ത് നൽകണേ അല്ലാ. ആരോഗ്യം നിലനിർത്തണേ റബ്ബേ. ശരീരത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള രോഗാണുക്കളിൽ നിന്ന് നീ കാക്കണേ അല്ലാ. ശരീരത്തിൻ്റെ അകത്തും പുറത്തും എന്തെല്ലാം രോഗത്തിൻ്റെ അണുക്കൾ കടന്നു അറിയുന്നവൻ നീയാണ് റബ്ബേ. ഹബീബായ മുത്തു റസൂലിൻ്റെ പോരിശ കൊണ്ട് അല്ലാഹുവേ പടച്ചവനെ നീ ശിഫ കൊടുക്കണേ അല്ലാ. ദീർഘായുസ് കൊടുക്കണേ റബ്ബേ. പടച്ചവനെ ഒരു ചെറിയ രോഗം കൊണ്ട് പോലും നീ പരീക്ഷിക്കല്ലേ അല്ലാ. സാമ്പത്തിക സ്രോതസ്സുകളിൽ വിജയം കൊടുക്ക് റബ്ബേ. കച്ചവട മാർഗങ്ങളിലെല്ലാം നീ വിജയം നൽകണേ അല്ലാ. ആഫിയത്തും ആരോഗ്യവുമുള്ള ജീവിതം നീ സമ്മാനിക്കണേ അല്ലാ.
നമ്മുടെ മക്കൾക്ക് ഖൈറായ ജീവിതം കൊടുക്കണേ അല്ലാ. പടച്ചവനെ വിദേശ രാജ്യത്ത് നിൽക്കുന്ന മകന് മലക്കുകളുടെ കാവല് നൽകണേ അല്ലാ. അപകടങ്ങൾ ദുരന്തങ്ങളിൽ നിന്നും നീ കാക്ക റബ്ബേ. നിന്റെ സംരക്ഷണത്തിന്റെ വലയം നീ ഒരുക്കണേ അല്ലാ. പോയതുപോലെ സന്തോഷത്തോടുകൂടി അല്ലാഹുവേ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചു മടങ്ങാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. അനുയോജ്യമായ ഇണയെ എത്രയും പെട്ടെന്ന് നീ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. പടച്ചവനെ മകൾക്ക് അനുയോജ്യമായ ഇണയെ ആ ജീവിതത്തിലേക്ക് നീ അടുപ്പിക്കണേ അല്ലാ. ഖൈറാണെങ്കിൽ അത്ഭുതകരമായി എത്രയും പെട്ടെന്ന് അടുപ്പിക്ക് റബ്ബേ. ശർറായ കാര്യങ്ങളിൽ നിന്നും നീ കാക്കണേ അല്ലാ. പടച്ചവനെ പഠന മേഖലയിൽ നിൽക്കുന്ന മകന് പുരോഗതി കൊടുക്ക റബ്ബേ. പടച്ചവനെ കാലത്തിന്റെ ചതികളിൽ നിന്ന് കാക്കണേ അല്ലാ. മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കളായി വളർന്നു വരാൻ നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. സുഹ്റാരിയാർ എന്ന ദമ്പതികൾ നീ സ്വീകരിക്ക റബ്ബേ. ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അവിടെ ജീവിതങ്ങളിലൊക്കെ നീ ബറക്കത്ത് ചൊരിയണേ തമ്പുരാനെ. നീ ആഫിയത്ത് നൽകണേ അല്ലാ. കച്ചവട മാർഗങ്ങൾ അവിടെ ബിസിനസിന്റെ മേഖലകൾ കൃഷിയിടങ്ങളെല്ലാം നീ ബറക്കത്തിലാക്ക റബ്ബേ. ഖൈറിലാക്കണേ അല്ലാ. എല്ലാവിധ അപകടങ്ങൾ പ്രയാസങ്ങളിൽ നിന്ന് കാക്കണേ തമ്പുരാനെ. പടച്ചവൻ ഇത്രയും സമയം അല്ലാഹുവേ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ ആമീൻ പറഞ്ഞവരെല്ലാരെയും നീ സ്വീകരിക്കണേ അല്ലാ. ഒരാളെയും പാഴാക്കല്ലേ തമ്പുരാനെ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു കബൂലാക്കട്ടെ. ഇത്രയും സമയം ദുആ മജ്ലിസ് കണ്ടുകൊണ്ടിരുന്ന ആമീൻ പറഞ്ഞ മുഴുവൻ ആളുകളെയും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുജീബ് റഹ്മാൻ സഹോദരൻ്റെ പിതാവിന് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. മാതാവിന് ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇത്രയും സമയം കണ്ടുകൊണ്ടിരുന്ന് എന്തെല്ലാം ഉദ്ദേശങ്ങൾ മനസ്സിലുണ്ടായിരുന്നു മുഴുവനും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മജ്ലിസിനെ സ്നേഹിക്കുന്നവർ, ഇതിൻ്റെ വിജയികളായി കൂടെ നിൽക്കുന്നവർ അല്ലാഹു എല്ലാവരെയും കബൂലാക്കട്ടെ. ഈ വിനീതനെ സ്നേഹിക്കുന്നവർ, സഹായിച്ചവരുണ്ട്, അല്ലാഹു എല്ലാവർക്കും ജീവിതത്തിൽ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരുടെയും കുടുംബങ്ങളിലൊക്കെ അല്ലാഹു ഐശ്വര്യവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. ശത്രുക്കളുടെ കുതന്ത്രങ്ങളിൽ നിന്ന്, സാഹചര്യങ്ങളുടെ സിഹറുകളിൽ നിന്നൊക്കെ അല്ലാഹു നമ്മയൊക്കെ അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആരെങ്കിലും ദുആയിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന ദുആയോടുകൂടി വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.